കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണം അത് വലിയ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് CJ റോയിക്ക് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഈ വീഡിയോ എടുക്കും വരെ കൃത്യമായ ഒരു വിശദീകരണം വന്നിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങൾ പുറത്തു വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തപ്പോൾ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, അത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നതിലൊന്ന്, അന്ന് അവിടെ സംഭവിച്ചിരുന്നത് റെയ്ഡ് ആയിരുന്നില്ല എന്നുള്ളതാണ്. അത് ആദായ നികുതി വകുപ്പിൻ്റെ ചില പ്രൊസീജിയറുകളുടെ ഭാഗമായി ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ മാത്രമായിരുന്നു. അതിൽ പറയുന്നത് ഈ ഡിസംബർ മാസം 3 മുതൽ 8 വരെയാണ് ആദായ നികുതി വകുപ്പ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയത്. കൊച്ചിയിലെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അന്ന് CJ റോയിയുടെ പ്രസൻസ് ഈ റെയ്ഡിൻ്റെ ഒരു തലത്തിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പ്രധാനമാണ്. ദുബായിലായിരുന്നു അദ്ദേഹം. അതിനുശേഷം ഒരു 3 മാസം വാലിഡായിട്ടുള്ള ഒരു പ്രൊസീജിയറുണ്ട്, അതായത് പ്രൊഹിബിറ്ററി ഓർഡർ എന്ന് പറയും. ഈ പല കാര്യങ്ങൾ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കും, കമ്പ്യൂട്ടറുകൾ, വിവിധ ഡോക്യുമെൻറ്റ്സ്, ലാപ്ടോപ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾ. ഇത് പ്രൊഹിബിറ്ററി ഓർഡറായിട്ടുള്ള അതിനെ സീൽ ചെയ്ത പ്രോപ്പർട്ടികൾ അത് ലിഫ്റ്റ് ചെയ്യാനുള്ള സ്വാഭാവിക നടപടി മാത്രമാണ് അവിടെ സംഭവിച്ചത്. അത് ലിഫ്റ്റ് ചെയ്യാൻ ഈ പറഞ്ഞ കമ്പനിയുടെ ഉടമ കൂടി അവിടെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് CJ റോയിയെ അദ്ദേഹത്തിൻ്റെ തന്നെ സമയപ്രകാരം ആദായ നികുതി വകുപ്പ് വിളിച്ചു വരുത്തിയത്. ഒരു റെയ്ഡിൻ്റെ സ്വഭാവമുള്ള ഒരു സംഭവ വികാസങ്ങളും അവിടെ നടന്നിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിരിക്കുന്നത്. അതായത് അവിടെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഈ റെയ്ഡ് നടക്കുന്ന സമയത്തുണ്ടാകുന്നത് പോലെയുള്ള ഫോൺ വഴി ബന്ധപ്പെടാൻ സാധിക്കില്ല, അടുത്തുള്ളവരെയോ ബന്ധുക്കളെയോ മറ്റോ, അല്ലെങ്കിൽ ശരീര പരിശോധന, അത്തരം കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് അതിന് റെയ്ഡിൻ്റെ സ്വഭാവമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ തള്ളിക്കളയുകയാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം പോലീസും മറ്റും. അപ്പോൾ പിന്നെ എന്താണ് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും മുന്നോട്ട് വരുന്നത്. അതിനുശേഷം CJ റോയി തൻ്റെ അമ്മയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മറ്റൊരു മുറിയിലേക്ക് പോവുകയും തൻ്റെ സഹജീവനക്കാരെ പോലും പുറത്താക്കുകയും ചെയ്തുകൊണ്ട് മുറിക്കകത്ത് ചെന്ന് വെടിയുതിർക്കുകയായിരുന്നു. വെടിവെക്കുന്ന ശബ്ദം പുറത്ത് കേട്ടിരുന്നില്ല. സൈലൻസർ ഉപയോഗിച്ചുള്ള തോക്കായിരുന്നു അന്ന് ആ സമയത്ത് അദ്ദേഹം കയ്യിൽ വെച്ചിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വരികയാണ്. അങ്ങനെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വരാത്ത ഒരു പശ്ചാത്തലം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. CJ റോയിക്ക് മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ നിന്നും ഭീഷണി ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലും ചില അന്വേഷണങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. ഇതിന് അവർക്ക് മുന്നിലുള്ളൊരു പ്രധാന പ്രതിബന്ധം CJ റോയി ഉപയോഗിച്ചിരുന്ന 2 ഐഫോണുകൾ. ഈ ഐഫോണുകളുടെ പാസ്വേഡ് അദ്ദേഹത്തിന് മാത്രം അറിയാവുന്നതായിരുന്നു. ഈ ഐഫോണുകൾ തുറക്കാനുള്ള സാഹചര്യം ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ്. അത് തുറന്നു കഴിഞ്ഞാൽ ഈ റൂമിൽ പോയതിനു ശേഷം ആരെയെങ്കിലും ചോദ്യം അല്ലെങ്കിൽ ഫോൺ ചെയ്തിരുന്നോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കോൾ ഇങ്ങോട്ട് വന്നിരുന്നോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. 2019 ശേഷമുള്ള CJ റോയിയുടെ സാമ്പത്തിക ഇടപാടുകൾ സെൻട്രൽ എക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ കർശന നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. റോയി അടക്കം 6 റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുടെ ഇടപാടുകളെക്കുറിച്ചാണ് വളരെ കൃത്യമായ നിരീക്ഷണം ബ്യൂറോ നടത്തിയിരുന്നത് എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത്. ഒപ്പം ഈ റോയിക്ക് നോട്ടീസ് നൽകുന്നതിനൊപ്പം കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട 3 റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ കൂടി ചോദ്യം ചെയ്യലിന് പരിശോധനയ്ക്ക് വിധേയരായിരുന്നു കൊച്ചിയിലെ IT ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. അതായത് റോയി മാത്രമല്ല, മറ്റ് 3 പേർ കൂടി, മൊത്തം 4 കമ്പനികളാണ്, ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനികളാണ് ഈ പറഞ്ഞതുപോലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ ഇൻകം ടാക്സിൻ്റെ റഡാറിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതും പ്രധാനമായ ഒരു മൊഴിയാണ്. ഏതായാലും ആദായ നികുതി വകുപ്പിൻ്റെ മാനസിക പീഡനമാണ് എന്നും ഉദ്യോഗസ്ഥർ ഈ റോയിയെ വെടിവെച്ചു കൊന്നാണ് എന്നുമൊക്കെയുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായും തള്ളുകയാണ്. കാരണം ആ സമയത്ത് ഏതെങ്കിലും സമ്മർദ്ദമോ മാനസിക പീഡനമോ നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. റോയിയുടെ ഒപ്പം മറ്റ് സഹജീവനക്കാരുണ്ടായിരുന്നു. വളരെ കോപ്പറേറ്റീവായി തങ്ങളുടെ ചോദ്യങ്ങളോട് റോയി പ്രതികരിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിനിടയിൽ ഇത്തരമൊരു ചിന്ത അല്ലെങ്കിൽ പ്രവൃത്തി റോയിയുടെ ഭാഗത്ത് നിന്ന് സ്വമേധയാ എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തിലാണ് ദുരൂഹത. അതായത് പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത് ആ റൂമിലേക്ക് പോയ ആ 20 മിനിറ്റ് സമയമാണ്. ആ 20 മിനിറ്റിനുള്ളിൽ എന്താണ് സംഭവിച്ചത്? നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഫോൺ കോളുകൾ വന്നിരുന്നോ, ആരെങ്കിലും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നോ? അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാതെ ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ കിട്ടില്ല എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് മരിക്കുന്നതിന് മുൻപുള്ള 2-3 ദിവസങ്ങളായി റോയി ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകുന്നുണ്ടായിരുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ മറുപടി പറയുന്നുണ്ടായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകരോട് താൻ ഒരു സമ്മർദ്ദത്തിനും ഇത്തരത്തിൽ വിധേയനല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് എങ്ങനെ പോയി എന്നുള്ളതാണ് ചോദ്യചിഹ്നമായി നിൽക്കുന്നത്.
വലിയ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ഒരാൾ കൂടിയാണ് CJ റോയ്. നമുക്കറിയാം, ഒരു ബിസിനസ്സുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്ന പ്രതിസന്ധി അതൊക്കെ തരണം ചെയ്യുകയും ജീവിതം തന്നെ വലിയ ആഘോഷമാക്കണം എന്ന് പലപ്പോഴും പറയുകയും മറ്റും ചെയ്ത CJ റോയിക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് പോകണമെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും അവരെ ഒഴിവായിക്കൊണ്ടുള്ള അവരുടെ പങ്കാളിത്തം ഈ വിഷയത്തിൽ ഇല്ല എന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസിൻ്റെ ഒരു അന്വേഷണ വഴി എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് വളരെ കൃത്യമായ കാര്യം. ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടേണ്ടത് കുടുംബാംഗങ്ങളിൽ നിന്നാണ്. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ. ഒരുപക്ഷേ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് അവർ പോയേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വലിയ ദുരൂഹത ഉയർത്തിയ ഈ സംഭവത്തിൽ എന്താണ് ഇതിൻ്റെ മൂലകാരണം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.